പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരള ഹൈക്കോടതിയിൽ നിന്ന് 2012 ഒരു ന്യായാധിപൻ റിട്ടയർ ചെയ്തു. ആ ന്യായാധിപൻ 2012 റിട്ടയർ ചെയ്തതിന് ശേഷം ദർ ഹാസ് നോട്ട് ബീൻ ലുക്കിംഗ് ബാക്ക് എന്നാണ്. പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ആ ന്യായാധിപൻ. ആ ന്യായാധിപൻ അവിടുന്ന് റിട്ടയർ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു 1-2 ലക്ഷം രൂപയുടെ അടുത്ത് പെൻഷനൊക്കെ, അല്ലെങ്കിൽ ഒരു 1-1.5 ലക്ഷം രൂപയുടെയൊക്കെ പെൻഷനൊക്കെ കാണണം, പിന്നെ മറ്റ് സൗകര്യങ്ങളൊക്കെ കാണും. ആ സമയത്താണ് അദ്ദേഹം അവിടുന്ന് റിട്ടയർ ചെയ്തത്. ആ റിട്ടയർ ചെയ്ത ന്യായാധിപൻ, അതായത് 62 വയസ്സിലാണ് റിട്ടയർ ചെയ്തത്. ആ ന്യായാധിപന് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടിയേ വന്നിട്ടില്ല. ആ 62ാമത്തെ വയസ്സിൽ 2012 റിട്ടയർ ചെയ്ത ആ ന്യായാധിപൻ ഇപ്പോൾ 76ാം വയസ്സിലും അദ്ദേഹത്തെ തേടി സ്ഥാനങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. വെച്ചാൽ 2012 കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് ഡസൻ കണക്കിന് ന്യായാധിപന്മാർ റിട്ടയർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ കഴിവുള്ളവർ, അദ്ദേഹത്തോടൊപ്പം കഴിവുള്ളവർ, അവരൊക്കെ റിട്ടയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ന്യായാധിപന് കിട്ടിയിടത്തോളം സ്ഥാനങ്ങൾ, അല്ലെങ്കിൽ ഈ ന്യായാധിപനെ തേടി വന്നിടത്തോളം സ്ഥാനങ്ങൾ ഒരു ന്യായാധിപനെയും തേടി വന്നിട്ടുണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ ന്യായാധിപൻ അന്തരിക്കുമ്പോൾ, അദ്ദേഹം അന്തരിക്കണം എന്ന് നമുക്ക് ആഗ്രഹമില്ല, ഒരു 100 വയസ്സ് വരെ ജീവിക്കുകയും 100 വയസ്സിനുള്ളിൽ അദ്ദേഹം ഒരു ഏറ്റവും പരമാവധി റിട്ടയർ ചെയ്ത പരമാവധി സ്ഥാനങ്ങളിൽ ഇരുന്ന ഒരു ന്യായാധിപനായിട്ടുള്ള ഒരു അവാർഡും കൂടെ മേടിച്ചിട്ട് അദ്ദേഹം അന്തരിക്കാവൂ എന്നാണ് എൻ്റെ ആഗ്രഹം. എന്തായാലും അദ്ദേഹം അന്തരിക്കുമ്പോഴും അദ്ദേഹം ഏതെങ്കിലും ഒരു കമ്മീഷൻ്റെ അധ്യക്ഷനായിട്ടായിരിക്കും അന്തരിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഇതിനെ സമാനമായിട്ട് വേറൊരു ആളെ കുറിച്ചിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അയാളുടെ പേരാണ് ശ്രീമൻ കെ ജയകുമാർ. അദ്ദേഹവും ഏതാണ്ട് ഈ സമയത്ത് റിട്ടയർ ചെയ്ത ആളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹവും ഇപ്പോഴും തിരിഞ്ഞു നോക്കിയിട്ടില്ല കേട്ടോ. അദ്ദേഹം റിട്ടയർ ചെയ്ത് എനിക്ക് തോന്നുന്നു 78 വയസ്സായെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ഇപ്പം ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനായിട്ട് ഇരിക്കുകയാണ്. അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരു 80 വയസ്സിനടുത്തുണ്ട്. അപ്പോൾ അദ്ദേഹവുമായിട്ട് കോമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ന്യായാധിപനെ കുറിച്ചിട്ടാണ് ഞാൻ എൻ്റെ പ്രേക്ഷകരോട് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം മലയാള മനോരമ പത്രം എടുത്ത് നോക്കിയപ്പോൾ ഒരു വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ വാർത്ത എൻ്റെ പ്രേക്ഷകരെ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ഞാനിങ്ങനെ പത്രം ഇങ്ങനെ വായിച്ചു പോകുന്നതിനിടയിൽ ഏതാണ്ട് ഒരു പുറകിലത്തെ ഒരു പേജൊക്കെ വന്നപ്പോഴത്തേക്കും ആ പേജിലെ വാർത്ത എന്ന് പറയുന്നത്, ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ പോലീസ് പരിഹാര അതോറിറ്റി ചെയർമാൻ. പോലീസ് പരിഹാര അതോറിറ്റി എന്ന് പറഞ്ഞാൽ പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റി എന്നാണ് അർത്ഥം. പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പോലീസുകാരെക്കുറിച്ച് വരുന്ന പരാതികൾ എല്ലാം പരിശോധിച്ച് അതിന്മേൽ തീർപ്പ് കൽപ്പിക്കുന്ന ഒരു സെമി ജുഡീഷ്യൽ കമ്മീഷനോ മറ്റോ ആണ് ആ കമ്മീഷൻ. ആ കമ്മീഷൻ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഒരു പണിയില്ലാതിരിക്കുകയായിരുന്നു. കാരണം CPM-നോട് ആഭിമുഖ്യം പുലർത്തുന്ന ഒരു VK മോഹനൻ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ന്യായാധിപനായിരുന്നു അതിൻ്റെ ചെയർമാൻ. അയാൾ ഒരു ചുക്കും ചുണ്ണാമ്പും അവിടെ ചെയ്യാതിരുന്ന ഒരാളാണ്. ചുമ്മാ അവിടെ ഇരിക്കുകയായിരുന്നു. അയാൾക്ക് വേറെ 1-2 സ്ഥാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. CPM-ആയിട്ട് അടുപ്പക്കാരനായതുകൊണ്ട് അവിടെ ഇങ്ങനെ ഇരുത്തിയിരിക്കുന്നു. എന്തായാലും സുഹൃത്തുക്കളെ, ആ സ്ഥാപനത്തിൽ നിന്ന് അയാളിപ്പം രാജിവെച്ചതിനെ തുടർന്ന് ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ ആ സ്ഥാനത്ത് നിയമിതനായിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്നാണ് ആ വാർത്ത. പോലീസ് പരാതി പരിഹാര അതോറിറ്റി ചെയർമാനായി ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരെ നിയമിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഒട്ടേറെ ജുഡീഷ്യൽ കമ്മീഷനുകൾക്ക് അദ്ദേഹം നേതൃത്വം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ വാർത്ത. അപ്പോൾ ഈ ന്യായാധിപനെ കുറിച്ചിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അദ്ദേഹം 2012 അദ്ദേഹം കേരള ഹൈക്കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്തു. ഇപ്പോൾ 2026 അദ്ദേഹത്തെ തേടി സ്ഥാനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം അന്തരിക്കുമ്പോഴും മിക്കവാറും എന്തെങ്കിലും സ്ഥാപനത്തിൽ ഒരു ചെയർമാനായിട്ടായിരിക്കും അന്തരിക്കുക എന്ന് ഞാൻ പറഞ്ഞത്. അദ്ദേഹം അന്തരിക്കണം എന്നൊന്നും ആഗ്രഹമുള്ള ആളല്ല കേട്ടോ ഞാൻ. സുഹൃത്തുക്കളെ, ആ ന്യായാധിപൻ വഹിച്ചിരുന്ന സ്ഥാനങ്ങൾ ഞാൻ ഒന്നെടുത്ത് നോക്കി. ലിസ്റ്റ് പൂർണ്ണമല്ല കേട്ടോ. ഞാനിപ്പോൾ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നപ്പോഴും ഞാനിങ്ങനെ ഒരു ലിസ്റ്റ് നോക്കുമായിരുന്നു. 2017 വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കൺസെഷൻ എഗ്രിമെൻറ്റ് പരിശോധിക്കാൻ ഒരു കമ്മീഷനെ 2017 അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നിയമിച്ചിരുന്നു എന്നുള്ളത് ഞാനിപ്പം ഇടയ്ക്ക് ഓർമ്മ വന്നപ്പോൾ ഞാനൊന്ന് നോക്കുകയായിരുന്നു. അതൊന്ന്. 2, അദ്ദേഹം 10ാമത് പേ റിവിഷൻ കമ്മീഷൻ്റെ ചെയർമാനായിരുന്നു. 2. 3, ഇതിനിടയിൽ ഏതോ ഒരു സർക്കാർ, പിണറായി സർക്കാരാണെന്ന് എനിക്കൊന്ന്, ഫെയർ റിവിഷൻ കമ്മീഷൻ, അതായത് ഈ
ബസ്സിൻ്റെ മിനിമം ചാർജ് വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കമ്മീഷനിലുണ്ടായിരുന്നു മൂന്നാമത്തെ സ്ഥാനം. നാലാമത്തെ സ്ഥാനം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ കമ്മീഷനായിരുന്നു. അത് നാലാമത്തെ അദ്ദേഹം വഹിച്ച സ്ഥാനം. അഞ്ചാമത്തെ സ്ഥാനമാണ് ഈ തിരുവാഭരണം പോലുള്ള ശബരിമലയിലെ വാല്യൂബിൾസിൻ്റെ അമൂല്യ വസ്തുക്കളുടെ ഇൻവെൻട്രി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ ഒന്ന് നിയമിച്ചിരുന്നു. അത് അഞ്ചാമത്തെ സ്ഥാനം. പിന്നെ ആറാമത്തെ സ്ഥാനം എന്ന് വെച്ചാൽ ഈ മുനമ്പം കമ്മീഷൻ, മുനമ്പത്തെ ജനങ്ങളും ഈ വഖഫ് ബോർഡും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള തർക്കം അത് പരിശോധിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ ഒരു മുനമ്പം കമ്മീഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ വെച്ചിരുന്നു. അത് അഞ്ചാമത്തെ കമ്മീഷൻ. ആറാമത്തെ കമ്മീഷൻ മുണ്ടത്തിക്കോട് ഒരു ഫയർ വർക്ക്സ് പിന്നെ പടക്ക അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കമ്മീഷൻ ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹത്തെ വെച്ചിരുന്നു. അത് ആറാമത്തെ കമ്മീഷൻ. പിന്നീട് അദ്ദേഹത്തെ കണ്ണൂർ ജയിലിൽ നിന്ന് ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ആ ക്രിമിനൽ ചാടിപ്പോയപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാനുള്ള ഒരു കമ്മീഷനും അദ്ദേഹത്തെ നിയമിച്ചു. അതെന്തോ ഏഴാമത്തെ കമ്മീഷൻ. അപ്പോൾ ഇത് ലിസ്റ്റ് പൂർണ്ണമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഒരു 4-5 കമ്മീഷനുകൾ അദ്ദേഹം ഇരുന്നത് ചിലപ്പോൾ എൻ്റെ ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോയിരിക്കാൻ സാധ്യത. എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തെ പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിയുടെ പിന്നെ ചെയർമാനായിട്ട് കൂടി അദ്ദേഹത്തെ നിയമിച്ചിരിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മൾ ആലോചിച്ച് നോക്കുക. 2012 ശേഷം എനിക്ക് തോന്നുന്നു ഒരു 100-100 അല്ലെങ്കിൽ ഒരു 50 മുകളിലും എങ്കിലും ന്യായാധിപന്മാർ റിട്ടയർ ചെയ്തിട്ടുണ്ടാവാം. അതിൽ കഴിവുള്ളവരുണ്ട്, ഇദ്ദേഹത്തിൻ്റെ ഒപ്പം കഴിവുള്ളവരൊക്കെ ഉണ്ട്, ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇതുപോലെ സ്ഥാനങ്ങൾ വഹിച്ച ഒരു ന്യായാധിപൻ, റിട്ടയർഡ് ന്യായാധിപൻ കേരളത്തിൻ്റെ ന്യായാധിപ ചരിത്രത്തിലുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് എന്തൊക്കെ മേഖലകളിലാണ് അദ്ദേഹം ഒരു അസാമാന്യമായിട്ടുള്ള കഴിവുള്ളൊരു പണ്ഡിതനാണ് എന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം പേ റിവിഷൻ കമ്മീഷൻ, ബസ് ചാർജ് വർദ്ധിപ്പിച്ച കമ്മീഷൻ, ഡാം സേഫ്റ്റി കമ്മീഷൻ, പടക്ക അപകടത്തെക്കുറിച്ചിട്ട് അന്വേഷിക്കുന്ന കമ്മീഷൻ, ശബരിമലയിലെ അമൂല്യ വസ്തുക്കളുടെ ഇൻവെൻട്രി ഉണ്ടാക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള കമ്മീഷൻ, മുനമ്പത്തെ പിന്നെ ജനങ്ങളുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമ്മീഷൻ, വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമ്മീഷൻ, ഒരു ക്രിമിനൽ ചാടിപ്പോയപ്പോൾ ഉള്ള കമ്മീഷൻ, ഇപ്പോഴത്തെ പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിയുടെ ചെയർമാനായിട്ടുള്ള ഒരു കമ്മീഷൻ. ഈ ഒന്ന് ആലോചിച്ച് നോക്ക് സുഹൃത്തുക്കളെ. ഇയാൾ 2012 റിട്ടയർ ചെയ്യുന്നത്. റിട്ടയർ ചെയ്യുമ്പോഴത്തേക്കും 62 വയസ്സാണ്. ഇപ്പോൾ 2026 14 വർഷം ആയിരുന്നു. ഇപ്പോൾ 76 വയസ്സിലും ഇപ്പോൾ എന്താ ഗോയിങ് സ്ട്രോങ് എന്നാണ് പറയുന്നത്. ഒരു കമ്മീഷൻ്റെ ചുമതലയില്ലാതെ ഈ മുൻ ന്യായാധിപൻ കഴിഞ്ഞ 12 വർഷക്കാലത്തിൽ ഒരു ദിവസം പോലും അയാളുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. എത്ര വലിയ അനീതിയാണ്. അയാൾക്ക് എന്തോ ഒരു ദുശീലം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങൾ കേൾക്കുന്നു. എന്നാൽ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എന്തൊരു അനീതിയാണിത് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇയാൾ അത്ര വലിയ കഴിവുള്ള ആളാണെന്ന് ഞാൻ കേട്ടില്ല. എന്തോ ടാക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ന്യായാധിപനെന്നേ കേട്ടിട്ടുള്ളൂ. പക്ഷേ ആ ന്യായാധിപൻ ഇടത് വന്നാലും വലത് വന്നാലും ഇടത് വന്നാലും അയാളെ തേടി വരികയാണ് സ്ഥാനങ്ങൾ. ഈ സ്ഥാനങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ഇതിനൊക്കെ ലക്ഷക്കണക്കിന് രൂപയുടെ ശമ്പളവും മറ്റ് സൗകര്യങ്ങളും വീടും പറഞ്ഞ പോലെ TNDA കാറും ഫോണും പേഴ്സണൽ സ്റ്റാഫൊക്കെ ഉള്ള സ്ഥാനങ്ങളാണെന്ന് ഓർത്തോണം. ആ സ്ഥാനങ്ങളിൽ ഞാൻ ചോദിക്കുന്നു, ഇത് തന്നെ ഒരു 6-7 എണ്ണം ഞാനിപ്പോൾ ലിസ്റ്റ് ചെയ്തു. വിവിധ മേഖലകളിലുള്ളത്. അവിടെ എല്ലാം കമ്മീഷൻ വന്നാൽ കമ്മീഷൻ്റെ ചെയർമാൻ CN രാമേന്ദ്രൻ നായരായിരിക്കും. സുഹൃത്തുക്കളെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. എത്ര ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണെന്ന്. ഞാൻ ചോദിക്കുന്നത്, ഈ ന്യായാധിപന്, ഈ റിട്ടയർഡ് ന്യായാധിപന് ഒരു ഉളുപ്പും ഒരു ലജ്ജയും ഇല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. താൻ മാത്രമുള്ളോ ഇതിനെല്ലാത്തിനും ചേർന്നത്? വേറെ ആരും ഇല്ലേ? ഇതിനൊന്നും വേറെ ആരുമില്ലേ? വേറെ ഒരു ന്യായാധിപനും ഇല്ലേ? എന്താണ് ഈ ന്യായാധിപൻ ഈ ഇടതിലും വലതിലും ഉള്ള സ്വാധീനം? എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് പടക്കം മായി ബന്ധപ്പെട്ട ജുഡീഷ്യൽ കമ്മീഷൻ, മുനമ്പം ആയി ബന്ധപ്പെട്ടിട്ടുള്ള ജുഡീഷ്യൽ കമ്മീഷൻ, പിന്നെ വിഴിഞ്ഞം കൺസെഷൻ എഗ്രിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജുഡീഷ്യൽ കമ്മീഷൻ, പിന്നെ ബസ് ഫെയർ കൂട്ടുന്നതുമായി ബന്ധപ്പെട്ടുള്ള ജുഡീഷ്യൽ കമ്മീഷൻ, പിന്നെ ശബരിമലയിലെ അമൂല്യ വസ്തുക്കളുടെ കമ്മീഷൻ, പേ റിവിഷൻ കമ്മീഷൻ, ഒരു ക്രിമിനൽ ജയിലിൽ നിന്ന് ചാടിപ്പോയാൽ പോലും ഇയാളുടെ പേരിലുള്ള കമ്മീഷൻ. ഇതെന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോഴത്തെ പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിയുടെയും ചെയർമാനിയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞത് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇതാണ് നമ്മളുടെ റിട്ടയർഡ് ന്യായാധിപന്മാർ നമുക്ക് കാണിച്ചു തരുന്ന ഒരു മാതൃകയാണിത്, ഒരു മോഡലാണിത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു മോഡൽ, അതായത് ഹൈക്കോടതിയിലെ റിട്ടയർഡ് ജഡ്ജി നമുക്ക് കാണിച്ചു തരുന്നൊരു മാതൃകയാണിത്. അയാൾക്ക് കാശും സ്ഥാനവും മറ്റ് ആനുകൂല്യങ്ങളും ഇല്ലാതെ ഒരു നിമിഷം പോലും അയാൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്നല്ല ഇത് നമ്മൾ കാണിക്കുന്നത്.
അതുകൊണ്ട് ഇയാൾക്ക് ഈ ന്യായാധിപൻ ഉളുപ്പും ലജ്ജയും ഇല്ല എന്നുള്ള കാര്യത്തിൽ ആരും തർക്കമില്ല. പക്ഷേ എന്നിരുന്നാലും ഞാൻ പറയുകയാണ്, ഒരു പൊതുപ്രവർത്തനം എന്നുള്ളതിൽ എന്തെങ്കിലും ഉളുപ്പ് ഈ CN രാമേന്ദ്രൻ നായർ എന്ന് പറഞ്ഞ ആൾക്കുണ്ടെങ്കിൽ ഇനിയെങ്കിലും അയാൾ ഈ സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു പോകണം എന്നാണ് ഞാൻ പറയുന്നത്. അയാൾ കഴിഞ്ഞ 10-16 വർഷം കൊണ്ട് എത്ര കോടി രൂപ സമ്പാദിച്ചിട്ടുണ്ടാവും എന്ന് ആലോചിച്ച് നോക്കി. കാരണം എല്ലാ സ്ഥാനങ്ങൾക്കും ശമ്പളവും പെൻഷനും ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും വീടും ഫോണും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതിൻ്റെ മുകളിൽ അയാൾക്ക് പിന്നെ ഹൈക്കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്യുമ്പോഴുള്ള പെൻഷനും ഉണ്ട് സുഹൃത്തുക്കളെ. എന്തൊരു ഭീകരമായിട്ടുള്ള അവസ്ഥയായത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, CN രാമേന്ദ്രൻ എന്ന് പറഞ്ഞ ന്യായാധിപന് എന്തെങ്കിലും ഒരു ലജ്ജയുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ഉളുപ്പുണ്ടെങ്കിൽ അയാൾ ഈ സ്ഥാനത്ത് രാജിവെച്ച് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അയാൾക്ക് ഈ സ്ഥാനം കിട്ടിയത് CN രാമചന്ദ്രൻ നായർ എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഏതോ ഒരു സാമുദായിക നേതാവിൻ്റെ പിന്തുണയിലാണ് ഈ സ്ഥാനം കിട്ടിയത് എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഈ ജനങ്ങളുടെ നികുതി പണം ദൂർത്തടിക്കുന്ന ഈ പരിപാടി അവസാനിപ്പിച്ച് താങ്കൾ ഈ സ്ഥാനത്ത് നിന്ന് അടിയന്തരമായി രാജിവെച്ച് പോകണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.